കേന്ദ്ര സർക്കാരിൻ്റെ ജനപ്രിയ പദ്ധതി ആനുകൂല്യമായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി, പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ 6000 രൂപ വീതം ലഭിക്കുന്ന വീടുകളാണോ നിങ്ങളുടേതും എങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ്, അതായത് 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ വിതരണ തീയതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതായത് 21ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടുള്ള 2000 രൂപ ദീപാവലി സമ്മാനമായിട്ട് രാജ്യമെമ്പാടുമുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വിതരണം ചെയ്യുമെന്നുള്ള റിപ്പോർട്ടാണ് ഈ സമയത്ത് വരുന്നത്. അതുമാത്രമല്ല, നിലവിൽ 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് പ്രത്യേക സാഹചര്യങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ, ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചാബ് ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് സെപ്റ്റംബർ മാസം 26ാം തീയതിയോടൊക്കെ ഇതിൻ്റെ വിതരണം നടത്തിയിരുന്നു. അതായത് അടിയന്തരമായിട്ട് അവർക്ക് ധനസഹായം ലഭ്യമാകേണ്ട സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ അവർക്ക് വിതരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി ബാക്കിയുള്ള എല്ലാ കർഷകർക്കും, അതായത് ഏകദേശം 10 കോടിക്ക് അടുത്തുള്ള കർഷകർക്ക് ഈ ആനുകൂല്യം ദീപാവലിക്ക് ദിവസത്തിന് മുൻപ്, ഒക്ടോബർ 20ാം തീയതിക്ക് മുൻപ് ഈ ധനസഹായം എത്തിക്കുമെന്നുള്ള സൂചനകളാണ് ഈ സമയത്ത് വരുന്നത്. നമ്മളുടെ സംസ്ഥാനത്ത് നിരവധി കർഷകർ, ഏകദേശം 25 ലക്ഷത്തിനടുത്ത് വരുന്ന കർഷകർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു സഹായമാണ് കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം. അപ്പോൾ ഈ ധനസഹായം ഈ പ്രാവശ്യം മുതൽ ലഭിക്കണമെങ്കിൽ അത് മുൻപ് തന്നെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. കർഷകരെല്ലാവരും വ്യക്തിഗത ഫാർമേഴ്സ് ID ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അറിയിപ്പ് നൽകിയിരുന്നു. അതായത് അഗ്രിസ്റ്റാക്ക് ഫാർമേഴ്സ് രജിസ്റ്റർ ചെയ്ത് കർഷക ID എടുക്കുന്നതിനാണ് കർഷകരോട് ആവശ്യപ്പെട്ടിരുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങൾക്കും, അത് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വളം സബ്സിഡി പോലുള്ള ആനുകൂല്യങ്ങൾക്ക്, യന്ത്രോപകരണങ്ങൾ അങ്ങനെ സബ്സിഡി ലഭിക്കുന്നതിന്, അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ നിധി ധനസഹായം, അപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികളിലേക്കെല്ലാം അപേക്ഷ വയ്ക്കുമ്പോൾ കർഷകർക്ക് ഒരു ഏകീകൃത നമ്പർ നൽകുകയാണ്. ഓരോ കർഷകനും ഒരു ഏകീകൃത നമ്പർ, ആ നമ്പർ മാത്രം പിന്നീട് ഉപയോഗിച്ചാൽ മതി വിവിധ പദ്ധതികളിലേക്ക് അപേക്ഷ വയ്ക്കാൻ. ആ രീതിയിൽ സംവിധാനം ഒരുക്കുകയാണ് ഈ ഫാർമേഴ്സ് IDയിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം 21ാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് വിതരണം ചെയ്യുമ്പോൾ കർഷക ID ജനറേറ്റ് ചെയ്തിട്ടുള്ള കർഷകർക്കായിരിക്കും മുൻഗണന നൽകുക. ബാക്കിയുള്ള കർഷകരെ ഉൾപ്പെടുത്തുമോ എന്ന കാര്യങ്ങളിൽ കൃത്യമായിട്ട് അറിയിപ്പ് നൽകിയിട്ടില്ല. ചിലപ്പോൾ അവരെ കൂടി പരിഗണിച്ചേക്കും, ഈ പ്രാവശ്യം കൂടി ഇളവുകളോടെ പരിഗണിച്ചേക്കും. പക്ഷേ ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കർഷകരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കർഷക ID എടുത്തിട്ടുള്ളവരാണോ എന്നാണ്. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ കൃഷിഭവൻ വഴി മാത്രമാണ് ഇതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയത്. വലിയൊരു തിരക്ക് കൃഷിഭവനിൽ അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് കർഷകർ ക്യൂ നിൽക്കേണ്ട സാഹചര്യം വന്നു. കൃഷിഭവനിലെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ താളം തെറ്റുന്ന സാഹചര്യം. അതിനുശേഷമാണ് പിന്നീട് കോമൺ സർവീസ് സെൻ്ററിലേക്ക്, കേന്ദ്ര സർക്കാരിൻ്റെ കോമൺ സർവീസ് സെൻ്റർ വഴി ഇതിൻ്റെ വേരിഫിക്കേഷൻ നടത്തി തുടങ്ങിയത്. പിന്നീട് അക്ഷയ കേന്ദ്രങ്ങളിലേക്കും വ്യാപിച്ചു. അപ്പോൾ ഈ രീതിയിൽ കർഷകർക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടി സംവിധാനങ്ങൾ, സാഹചര്യങ്ങൾ ഒരുക്കിയിരുന്നു. കർഷകർ അവരുടെ കരമടച്ച രസീതിൻ്റെ പകർപ്പ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഇവയെല്ലാമായിട്ടാണ് എത്തിച്ചേർന്ന് ഇത് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഈ കർഷക ID ജനറേറ്റ് ചെയ്തിട്ടുള്ള കർഷകരുടെ അവർക്കൊക്കെ ആയിരിക്കും ഈ 2000 രൂപ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെയൊക്കെ വിതരണം നടക്കുക. ഇതോടെ 40,000 രൂപയായിരുന്ന സഹായം 42,000 എന്ന രീതിയിലേക്ക് മാറ്റപ്പെടുക കൂടി ചെയ്യും. നിലവിൽ 20 ഇൻസ്റ്റാൾമെൻറ്റുകൾ, 20 ഗഡുക്കൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 40,000 രൂപയോളം നമ്മുടെ അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തുടർന്നും ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 21, 22 എന്നിങ്ങനെ ഇൻസ്റ്റാൾമെൻറ്റുകൾ തുടർന്ന് അങ്ങോട്ട് പോരും. അതുകൊണ്ട് തന്നെ കർഷകർ ഈ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇത് പൂർത്തിയാക്കുക. ഇലക്ട്രോണിക് KYCയുടെ സ്റ്റാറ്റസ് പോലുള്ള കാര്യങ്ങളൊക്കെ കർഷകരൊന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. എല്ലാ കാര്യങ്ങളും കർഷകർക്ക് ഫോൺ വഴി തന്നെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ. കിസാൻ സമ്മാൻ നിധിയുടെ വെബ്സൈറ്റിൽ ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കർഷകർ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടോ, എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഒന്ന് സ്ഥിരീകരിക്കുക. അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ ഇതുപോലുള്ള വിവിധ സർക്കാർ ജനക്ഷേമ പദ്ധതി അറിയിപ്പുകൾ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.